ഹാജിയാരെ, അനിയന്റെ മകളുടെ കല്യാണമാണ്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. മോളെ, ഇത് കുടിക്കാൻ വെള്ളം കൊണ്ടുപോവാ. നിന്റെ അടുത്ത് തന്നെയാണ് മോളെ പറഞ്ഞത് കുടിക്കാൻ കുറച്ച് വെള്ളം താ. മോളാ, ഞാനെന്താ ചെറിയ കുട്ടിയാണ്, എനിക്കെന്താ പേരില്ലേ? അതല്ലേ ഞാൻ ഈ വീട്ടിൽ പണിക്കാരിയാ? അതുപോലെ നിങ്ങളുടെ കെട്ടിയോടാ ചോദിക്കുമ്പോഴേക്കും വെള്ളം കൊണ്ടു തരാന്? കുറെ ദിവസമായി ഞാൻ പറയണം പറഞ്ഞിട്ട് നിൽക്കണത്. ഞാനെന്താ ഈ വീട്ടിലത്തെ സർവന്റാ? ഞാനൊന്ന് വിരലിനൊടിച്ചാലേ എന്റെ വീട്ടിലെ സർവന്റുകളെ എനിക്ക് വേണ്ടി സഹായം ചെയ്യാൻ ക്യൂ നിൽക്കും. ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുടെ ഒരേ ഒരു മകള്. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരണ? വയസ്സായാൽ മാത്രം പോരാ, മിനിമം ബോധം വേണം ആരുടെ അടുത്ത് എന്ത് സംസാരിക്കണം എന്നുള്ളത്. മൈൻഡ് ഇറ്റ്. ഹാജിയാരെ, ചെറിയ കുട്ടിയല്ലേ, എന്തോ അറിയാണ്ട് പറഞ്ഞതായിരിക്കും. നിങ്ങൾ മനസ്സിലൊന്നും വെക്കണ്ട, പുറത്തു കൊടുക്കി. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ് ഇല്ലാസേ. ആ കുട്ടി എന്തോ കാര്യത്തിന് പോവായിരുന്നില്ലേ, അപ്പോഴല്ലേ ഞാൻ വെള്ളം ചോദിച്ചത്. ഇക്കാക്ക, ഇതാ വെള്ളം. എന്താണ്ടാ നീ കോളേജിൽ പോയില്ലേ? പോകാൻ നിക്കണ് കാക്ക, ഇന്ന് ഹാഫ് ഡേ ആണ്, അതാണ്. വേഗം പോയിട്ട് റെഡി ആയിട്ട് കോളേജിൽ പോകാൻ നോക്ക്. എന്നാ ഇല്ലാസേ, നിനക്ക് എവിടേക്കാ പോണെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വാ. ശരി. ഇതാരെവിടെ വെച്ചത്? ഇക്കാക്ക് പോയിക്കോ, ഞാനെടുക്കാം. വലിയ പഠിപ്പുണ്ട് പണമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഒരു പെണ്ണ് ഒരിക്കലും ആണാവില്ല, മനസ്സിലാക്കിയ കൊള്ളാം. ആരാ അവിടെ തിമിരി സംസാരിക്കണത്? തിമിരി പറഞ്ഞതൊന്നുമല്ല, നിങ്ങളെ തന്നെ പറഞ്ഞത് തന്നെയാണ്. പെണ്ണായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. എന്നെ പറയാൻ നീ ആരാണ്? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിർത്തടി. മുജീബേ, നീ കോളേജിൽ പോ. ഇത്രയും അന്തസ്സിൽ ജീവിക്കുന്ന ഈ കുടുംബത്തിൽ മരുമകളായി വന്നിട്ട് നിന്റെ ഭർത്താവിന്റെ അനിയനെ തന്നെ കൈനീട്ടി അടിക്കേ ഒരു പെണ്ണാണ് നീ. അതെ, ആൺപിള്ളാരിനെ കൊഞ്ചിച്ചും ലാണിച്ചിട്ടെ പെണ്ണുങ്ങളെ പോലെ വളർത്തുന്ന ആണുകെട്ട കുടുംബം തന്നെയല്ലേ ഇത്. നീ കുടുംബത്തിനെ പറ്റി പറയണ്ട, നീ ആദ്യം കുടുംബം എന്താണെന്ന് പഠിക്കും. നിങ്ങൾ ആരാണ് എന്നെ ഉപദേശിക്കാന്? ഈ വീട്ടിൽ മരുമകൾ തന്നെയല്ലേ, അല്ലാണ്ട് എന്റെ അമ്മായിയൊന്നും അല്ലല്ലോ. നിങ്ങൾ അങ്ങനെയാണ് ഈ വീട്ടിക്ക് മരുമകളായിട്ട് വന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീട്ടിക്ക് മരുമകളായിട്ട് വന്നത്. മരുമകളായി വന്നെന്ന് പറഞ്ഞിട്ട് ഈ കുടുംബത്തിന്റെ അഭിമാനം കളയണ? മരുമകളാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അഭിമാനം അതുപോലെ തന്നെ നിലനിർത്തണം. എനിക്കറിയാം, ഞാനും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പെണ്ണ് തന്നെയാണ്, അതും ടൗണിൽ ജനിച്ചു വളർന്നത്. എന്നെ കൊണ്ട് പറയണ്ട. വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അംശം പോലും കാണുന്നില്ലല്ലോ. ഞാനേ കോടീശ്വരിയാണ്, നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ പറയുള്ളൂ. എത്ര കോടികൾ ഉണ്ടെങ്കിലേ മരിച്ചുപോയി കിടക്കേണ്ടത് 6 അടി മണ്ണിലാണ്ടി. അഹങ്കാരം ഒന്നിനും നല്ലതല്ല. ഇത് നോക്കി, നിങ്ങൾ വേണമെങ്കിൽ ഈ വീട്ടിൽ വേണമെങ്കിലേ തലകുനിച്ച് നടന്നോ, അതുപോലെ തന്നെ ഞാനും നടക്കണം എന്നുള്ള ഒരു ആവശ്യമില്ല എനിക്ക്. എന്റെ വീട്ടിലൊക്കെ ഞാൻ പഠിച്ചതേ ആണും പെണ്ണൊക്കെ ഈക്വൽ ആണെന്നാണ്. അത് വിവരവും വിദ്യാഭ്യാസവും വേണം. അതിനെങ്ങനെ പട്ടിക്കാട് നിന്ന് വന്ന നിങ്ങൾക്കൊക്കെ അതൊക്കെ എങ്ങനെ അറിയാനാണ്? നിന്നെ കൊണ്ട് ഞാനേ ഈ കുടുംബത്തിൽ തലകുനിച്ച് നടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ കുടുംബത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല നിന്നെ കൊണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കും പോലെ സംസാരിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ ഇപ്പൊ അവനെ അടിച്ചു, അവനും അതുപോലെ നിന്നെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലോ ഈ കുടുംബത്തിന് മാനവും അഭിമാനം പോയിട്ടുണ്ടാവില്ലേ?
ഒരു പെണ്ണ് അവളുടെ സ്വന്തം വീട്ടിലെ എത്ര വിവരമില്ലാത്തവനെ പോലെ നടന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ കെട്ടിക്കൊണ്ടുപോകണവിടെ നല്ല വിവരത്തോടെയും ബോധത്തോടെയും കൂടി നടക്കണം. മൂത്തവനെ കൊണ്ട് കുറച്ച് ബഹുമാനവും താഴെയുള്ളവനെ കൊണ്ട് ഇത്തിരി സ്നേഹവും ഒക്കെ കാണിച്ച് നടക്കണം പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ. ഇതൊക്കെ പറയണത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്ക നീ. ഇത്താത്ത എന്താണ് ഇത്താത്ത പ്രശ്നം? കറണ്ടിട്ട് പോകുന്ന കണ്ടില്ലേ? പിന്നെ എന്താ മനാഫെ, എത്ര പണിയുണ്ട് അടുക്കളയില്. ഒരു പണി അറിയില്ല എന്ന് പറഞ്ഞിട്ടിരുന്നാലോ. അപ്പൊ ഞാൻ കണ്ടു പറഞ്ഞു, എന്താ എനിക്കൊന്നും പറയാൻ പാടില്ല നിന്റെ ഭാര്യനെ, അതിനുള്ള അവകാശം എനിക്കില്ലേ. എന്താ ഇത്താത്ത, നിങ്ങൾക്ക് അവകാശമില്ലാന്ന് ആരാ പറഞ്ഞത്? എനിക്ക് വിഷമം ഇത്താത്ത, എന്തെങ്കിലും കഴിക്കാൻ എന്താ? ഇത്താത്ത കഴിക്കാൻ എന്താ? ആ നോക്കിന്ന് ഞാനിവിടെ അങ്ങനെ കരണ്ടിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? എന്താണ് ഏതാണെന്ന് ചോദിക്കില്ലേ നിങ്ങള്? എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് കരയണമെങ്കിൽ ചോദിക്കായിരുന്നു. ഇതിപ്പോ ഒരു ആവശ്യമില്ലാണ്ട് കരയുന്ന ആളുടെ അടുത്ത് എന്ത് ചോദിക്കാനാണ്? ഓ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അനാവശ്യമാണ് അല്ലേ? ഈ കുടുംബത്തിൽ എനിക്ക് ഇത്തിരി കൂടി മര്യാദയില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് ഈ സ്വത്തിന്റെ പകുതി വൈകിട്ട് നമുക്ക് ടൗണിൽ പോയിട്ട് താമസിക്കാമെന്ന്. എനിക്കൊക്കെ എന്റെ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുക്കളുണ്ട്. എന്നാലും നിങ്ങളുടെ സ്വത്തുക്കൾ വാങ്ങിയിട്ട് പോയാലല്ലേ നമുക്ക് മര്യാദ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ നിങ്ങൾ ഇങ്ങനെ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, നിങ്ങൾ കേൾക്കാത്ത പോലെ പോണു. എന്താ ഇതിന്റെ അർത്ഥം? നീ ഇങ്ങനെ തവള കരയണ പോലെ കരഞ്ഞ ഞാനെന്ത് പറയാനാണ്? ഓഹോ, അപ്പൊ ഞാൻ കരയുന്നത് തവള കരയണ പോലെയാണ് അല്ലേ? ആ ലേറ്റ് കടത്തിയിട്ടേ കടന്നുറങ്ങാൻ നോക്ക്. എന്താണ്? ഷഹാൻ വീട്ടിലേക്ക് പോവാണ് ഇത്ര. അതെന്താ തനിയെ പോണത്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4-5 മാസം കഴിഞ്ഞില്ലേ? നീയും പോയിട്ടേ അവളുടെ വീട്ടിൽ പോയിട്ട് 4-5 ദിവസം ഇരുന്നിട്ട് വാ. ഇല്ല കാക്ക, ഞാൻ പോണില്ല. ഷഹാനെ മാത്രം തന്നെ പോകുന്നുള്ളൂ. ഇല്യാസ് ഖാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയി വിട്ടിട്ട് വരാന്. അതല്ലാണ്ട് നീ ഇല്യാസിനെ കൊണ്ടുവിടാൻ വന്നത്? അവളുടെ വീട്ടിലേക്ക് വിടുകയാണെങ്കിലേ നീ കൊണ്ട് വിട്ടിട്ട് വാ. അതാണ് അതിന്റെ മര്യാദ. അവളുടെ വീട്ടുകാരെന്ത് വിചാരിക്കും? അതല്ലേ കാക്ക, അവള് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടായിരുന്നു. പക്ഷെ ഇനി അവള് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല എന്നാ പറയുന്നത്. അതെന്താണ്ട മനൊക്കെ നിന്റെ സംസാരത്തിൽ ഒരു പക്വതയില്ലായ്മ? 4-5 മാസം അവളുടെ കൂടെ കഴിഞ്ഞിട്ട് അവള് പറഞ്ഞു വിടുകയെന്ന് പറയുന്നത് നാട്ടുകാരെന്ത് പറയും? ആ കുട്ടി ടൗണിൽ വളർന്നതല്ലേ, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. നമ്മൾ വേണ്ട എല്ലാം പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാക്ക. അവളുടെ ഇഷ്ടം പോലെ തന്നെ പോകുകയാണെങ്കിൽ. ഓ, അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞ? ആദ്യം ഭാര്യ എന്ന് പറഞ്ഞാലേ എന്താന്ന് മനസ്സിലാക്ക്. നമ്മൾക്ക് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അറിയുന്നതും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അറിയണതിലും ആശ്ചര്യമൊന്നുമില്ല. അത് നമ്മൾ രക്തബന്ധമായതുകൊണ്ടാണ്. പക്ഷെ എവിടെയോ വളർന്ന് എവിടെയോ ജനിച്ച് നമ്മൾക്ക് വേണ്ടി ഇവിടെ വന്ന് താമസിച്ചിട്ട് നമ്മുടെ ഭാര്യയായി കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോകല്ലേന്ന് അറിയില്ലേ? അതാണ്ട ഭാര്യ.
കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ അവളുടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് വിട്ടാക്കിയാലേ അവൾക്ക് നഷ്ടമാവുന്നത് അവളുടെ ഭർത്താവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭർത്താവിന് നഷ്ടമാവുന്നതോ അവന്റെ ജീവിതം മുഴുവനാണ്. പെണ്ണെന്ന് പറഞ്ഞാലേ തീയാണ്. അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം നല്ല രീതിക്ക് കൊണ്ടുപോകാനും പറ്റും. അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം കത്തിക്കാനും പറ്റും. സൂറ, ആ അൽമാറിന്റെ താക്കോലും ആധാരം കൊടുത്തിട്ട് വാ. ആ ഇതാ സൂറ, ആ ആധാരം അവൾക്ക് കൊടുക്ക്. ഇതാ ആ താക്കോലും കൊടുക്ക്. ഇതാ താക്കോല്. അത് നീ കയ്യിൽ വെച്ചോ. എവിടെയാണ് ഒപ്പിടേണ്ടത് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ 3 പേരും അതിൽ ഒപ്പിട്ട് തരും. പക്ഷെ ഏട്ടനും അനിയനും തമ്മിൽ പിരിപ്പിക്കാന്ന് പറഞ്ഞാലേ അത് നീ നോക്കണ്ട. എന്നോട് ക്ഷമിക്കണം. ഞാൻ ശരിക്കും നിങ്ങളെ മനസ്സിലാക്കിയില്ല. എല്ലാം എന്റെ മിസ്റ്റേക്കാണ്. ഞാനിനി ഇവിടെ നേരെ ഇരുന്നോളാം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാരില്ല മോളെ, എനിക്ക് നിങ്ങൾ ഇത്രയും വലിയ മനുഷ്യരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂറ, നീ എന്നെ നോക്കി നിൽക്കുന്നു. പിടിച്ച് എണീപ്പിക്ക്. വാ എണീക്ക്. കണ്ണു തുടക്കി. ഹായ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടാ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.